പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡിൽ വെച്ച് യുവാക്കളെ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു. സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവരും എതിർപക്ഷക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പരിക്കേറ്റയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിഷ്ണു, ഇന്ന് വൈകിട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങളെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. ഇവർ പരിചയക്കാരാണ്, നേരത്തെ മുൻപരിചയം ഉള്ള ആളുകളാണ്, നേരത്തെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുമാണ് ഈ രണ്ട് പക്ഷത്തും ഉള്ളത്. പിന്നീട് പരാതിയുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള പരിഹാര ഒത്തുതീർപ്പുകളെല്ലാം സ്റ്റേഷനിൽ വെച്ച് നടത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ വഴക്ക് ഉണ്ടാവുകയായിരുന്നു. ഇതിനിടയിലുണ്ടായ സംഘർഷത്തിലാണ് ഒരാളുടെ കയ്യിൽ ചില്ലി കൊപ്പിക്കൊണ്ട് മർദ്ദനമേറ്റ മുറിവുണ്ടായത്. പരാതി നൽകാനെത്തിയവരും എതിർപക്ഷക്കാരും തമ്മിലുണ്ടായ സംഘർഷം പിന്നീട് വലിയ ഒരു വാക്കേറ്റത്തിലേക്ക് കടക്കുകയും ചില്ലുകുപ്പി ഉപയോഗിച്ച് കയ്യിൽ മർദ്ദിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുകയായിരുന്നു. ഈ ചില്ലുകുപ്പി കൊണ്ട് കയ്യിൽ മർദ്ദനമേറ്റു പരിക്കേറ്റയാളെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പരാതി പരിഹരിച്ച് പുറത്തേക്ക് വിട്ടതിന് ശേഷമായിരുന്നു ഇരു വിഭാഗങ്ങളും രണ്ട് ചേരിയായി തിരിഞ്ഞ് ആക്രമണം നടത്തിയത്. വിഷ്ണു. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.